രാത്രി ഒരു 10 മണിക്ക് ഉറങ്ങാൻ കിടക്കുമ്പോൾ വെറും 5 മിനിറ്റ് ഒന്ന് റീൽസ് നോക്കാം എന്ന് കരുതി ഫോൺ എടുക്കുന്നവരാണ് നമ്മിൽ പലരും. വീഡിയോകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പെട്ടെന്ന് സമയം നോക്കുമ്പോൾ പുലർച്ചെ 1 അല്ലെങ്കിൽ 2 മണി ആയിട്ടുണ്ടാകും. അപ്പോൾ കണ്ണുകൾക്ക് വല്ലാത്തൊരു വേദനയും ഉള്ളിൽ വല്ലാത്തൊരു കുറ്റബോധവും ഫീൽ ചെയ്യും. നാളെ മുതൽ ഉറങ്ങുന്നതിന് മുമ്പ് ഫോൺ തൊടില്ല എന്ന് നമ്മൾ നമ്മളോട് തന്നെ പ്രോമിസ് ചെയ്യും. എന്നിട്ട് പിറ്റേന്നും നമ്മൾ ഇത് തന്നെ ആവർത്തിക്കും. നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് യാതൊരു ഡിസിപ്ലിനും ഇല്ല, അല്ലെങ്കിൽ നമ്മൾ വലിയ മടിയന്മാരാണ് എന്നാണ്. സമൂഹം പറയും, നിനക്ക് ആ ഫോണൊന്ന് താഴെ വെച്ചൂടെ, നിന്റെ കൺട്രോൾ പോയോ എന്ന്. നമ്മളും വിശ്വസിക്കുന്നത് ഈ ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നത് വെറുമൊരു ശീലത്തിൻ്റെ പ്രശ്നമാണ് എന്നാണ്. ഈ ശീലം മാറ്റിയാൽ എല്ലാം ശരിയാകുമെന്ന് നമ്മൾ കരുതും. പക്ഷേ ശരിക്കും സംഭവിക്കുന്നത് അതല്ല. ഇവിടെ നടക്കുന്നത് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള ഒരു ചോയ്സ് അല്ല, മറിച്ച് വലിയൊരു ന്യൂറോളജിക്കൽ ഹൈജാക്കിംഗ് ആണ്. നിങ്ങളുടെ തലച്ചോറിനെ നിങ്ങൾ പോലും അറിയാതെ മറ്റാരൊക്കെയോ ചേർന്ന് കൺട്രോൾ ചെയ്തു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ ശരീരത്തിന് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ശിക്ഷയാണ് മണിക്കൂറുകളോളമുള്ള ഈ സ്ക്രോളിംഗ്. ഇത് നിങ്ങളുടെ കണ്ണുകളെ മാത്രമല്ല നശിപ്പിക്കുന്നത്, നിങ്ങളുടെ തലച്ചോറിൻ്റെ സ്ട്രക്ചറിനെ തന്നെയാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ തലച്ചോറിലെ ഡോപ്പമിൻ എന്ന കെമിക്കലിനെ കുറിച്ച് നമ്മൾ അറിയണം. പണ്ട് കാലങ്ങളിൽ മനുഷ്യന് ഡോപ്പമിൻ അഥവാ ഒരു സന്തോഷം കിട്ടിയിരുന്നത് വളരെ കഷ്ടപ്പെട്ട് ഒരു കാര്യം ചെയ്യുമ്പോഴാണ്. നന്നായി അധ്വാനിക്കുമ്പോഴോ മാസങ്ങൾ കാത്തിരുന്ന് കൃഷി ചെയ്യുമ്പോഴോ ഒക്കെയാണ് തലച്ചോറ് ഈ റിവാർഡ് കെമിക്കൽ റിലീസ് ചെയ്തിരുന്നത്. എന്നാൽ ഇന്നോ വിരൽ ഒന്ന് അനക്കുമ്പോൾ ഓരോ 15 സെക്കൻഡിലും നിങ്ങൾക്ക് കിട്ടുന്നത് ഡോപ്പമിൻ്റെ വലിയൊരു കുത്തൊഴുക്കാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വലിയ ഒരു യാഥാർത്ഥ്യമുണ്ട്. സിലിക്കൺ വാലിയിലെ ആയിരക്കണക്കിന് എഞ്ചിനീയർമാർ കോടിക്കണക്കിന് ഡോളർ മുടക്കി ഉണ്ടാക്കിയ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൽഗോരിതത്തോടാണ് നിങ്ങൾ നിങ്ങളുടെ കുറഞ്ഞ വിൽ പവർ വെച്ച് പോരാടുന്നത്. അവർക്ക് വേണ്ടത് നിങ്ങളുടെ പണമല്ല, നിങ്ങളുടെ അറ്റൻഷനാണ്. കാരണം നിങ്ങളുടെ സമയമാണ് അവരുടെ പ്രൊഡക്റ്റ്. ഈ ഷോർട്ട് വീഡിയോകൾ തുടർച്ചയായി ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും തലച്ചോറിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ തലച്ചോറിലെ പ്രീ ഫോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. തീരുമാനങ്ങൾ എടുക്കാനും ഫോക്കസ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്ന ഭാഗം. ഓരോ റീൽസ് മാറുമ്പോഴും ഈ ഭാഗം പ്രോസസ്സ് ചെയ്ത് പൂർണ്ണമായും തളർന്നു പോവുകയാണ്. ഡിസിഷൻ ഫറ്റീഗ് എന്ന് ഇതിനെ വിളിക്കാം. അതുകൊണ്ടാണ് കുറച്ചു നേരം ഫോൺ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വലുതായിട്ട് ഒന്നും ചിന്തിക്കാൻ പറ്റാത്തത്. വല്ലാത്തൊരു ക്ഷീണം അഥവാ ബ്രെയിൻ ഫോഗ് ഫീൽ ചെയ്യുന്നത്. ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ അപകടം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡോപ്പമിൻ ബേസ് ലൈനിൽ നിന്ന് വളരെ താഴേക്ക് പോകും. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പുസ്തകം വായിക്കാനോ ഫാമിലിയോട് സംസാരിക്കാനോ ഒരു പുതിയ കാര്യം പഠിക്കാനോ യാതൊരു താല്പര്യവും ഇല്ലാത്തത്. കാരണം ഒരു സാധാരണ ജീവിതം തരുന്ന സന്തോഷമൊന്നും ഈ ഹൈ തരുന്ന നിങ്ങളുടെ തലച്ചോറിന് ഇപ്പോൾ നൽകുന്നില്ല. തലച്ചോറ് എപ്പോഴും ആ എക്സ്ട്രീം സ്റ്റിമുലേഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഡിസിപ്ലിൻ ഇല്ല എന്ന് പറഞ്ഞ് ആദ്യം സ്വയം കുറ്റപ്പെടുത്തുന്നത് നിർത്തുക. നമ്മളൊരു തെറ്റായ സിസ്റ്റത്തിൽ പെട്ടുപോയതാണ് എന്ന് ആദ്യം റിയലൈസ് ചെയ്യുക. ഇതിൽ നിന്ന് പുറത്തു വരാൻ വെറും ഒരു തീരുമാനമല്ല വേണ്ടത്. നാളെ മുതൽ ഫോൺ നോക്കില്ല എന്ന തീരുമാനം 2 ദിവസം കൊണ്ട് പൊളിയും. പകരം നിങ്ങളുടെ ചുറ്റുപാടുകൾ മാറ്റുകയാണ് വേണ്ടത്. ബോറടിക്കാൻ പഠിക്കുക. അതെ, ബോറടിക്കുന്നത് തലച്ചോറിന് വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്നത് അവിടെ നിന്നാണ്. വെറുതെ ഇരിക്കുമ്പോൾ ഫോൺ എടുക്കുന്ന ഒരു പ്രേരണയെ ഒരു 5 മിനിറ്റ് നിങ്ങൾ സഹിച്ചു നോക്കുക. നിങ്ങൾ അനങ്ങാതെ ഫോണിൽ നോക്കിയിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരവും മനസ്സും പതുക്കെ മരവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഡിജിറ്റൽ ട്രാപ്പിൽ നിന്ന് നിങ്ങളുടെ വിലപ്പെട്ട തലച്ചോറിനെ തിരിച്ചു പിടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ആ സ്ക്രീനിൽ നിന്ന് കണ്ണെടുത്ത് നിങ്ങളുടെ ചുറ്റുമുള്ള യഥാർത്ഥ ലോകത്തേക്ക് ഒന്ന് നോക്കുക. സ്വന്തം ചിന്തകളെ തിരിച്ചു പിടിക്കുക. ഇത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.